പ്രസംഗം നടത്തുന്നു. ഞാൻ ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد، خيركم تعلم القرآن وعلمه من يريد الله به خيرا يفقهه في الدين. ഏറ്റവും സ്നേഹാദരവുള്ള പൊന്മുള ഉസ്താദ് അവർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഞാനാകെ കാത്തിരുന്നത്. സമയദൗർബല്യം കൊണ്ട് എവിടെയും ഒതുങ്ങിയിരിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലായിക്കണം. എങ്കിലും കാര്യങ്ങൾ ദീനി പല കാര്യങ്ങളും അവരുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നാട്ടുകാര്യങ്ങളും ചരിത്രങ്ങളും അല്ലാതെ നമുക്ക് മനസ്സിലാക്കേണ്ട പല അറിവുകളും കോട്ടൂർ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. കോട്ടൂർ ഉസ്താദിന്റെ സമുദ്ര വിജ്ഞാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ മുഴുവൻ പകർത്തിയെടുത്ത് ഉസ്താദിന്റെ അടുക്കൽ സ്വീകാര്യതയും ഉള്ള ഒരാളാണ് പൊന്മുള ഉസ്താദ്. ഇവരെ ഇടയിലൊക്കെ ഇടപഴകുന്ന ആളാണ് ഞാൻ. വൈലത്തൂരില് പാലക്കൽ ഉസ്താദിന്റെ ഭാര്യ വഫാത്തായപ്പോൾ കോട്ടൂർ ഉസ്താദാണ് അവിടെ എത്തിയത്. എന്നെയാണ് ജനാസംസ്കാരത്തിന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞെങ്കിലും ഞാൻ കോട്ടൂർ ഉസ്താദിനെ വിളിച്ചു. കോട്ടൂർ ഉസ്താദ് ഒരു ചെറിയ ഒരു മടി പോലെ പറഞ്ഞു, ഉസ്താദെ ഇതിലൊരു റുക്കോവും ഇല്ല, സുജൂദും ഇല്ല, നിങ്ങളൊന്ന് നിന്നോടുത്താ പോരെ. ഉസ്താദ് സ്വീകരിച്ചു, ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി നമ്മൾ ആ കാര്യം ഒരു അദബിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക, തട്ടിക്കളയില്ല. അങ്ങനെ സ്വഭാവമാണ്. പറയേണ്ട ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ പറഞ്ഞാൽ അതിന് രണ്ടാം കൈയില്ല, സ്വീകരിക്കും. അവിടെ നല്ലൊരു ജീനത്തുള്ള ഒരു പെൺകുട്ടിയെ സാമാന്യം കഴിവുള്ള ഒരാള് വിവാഹം ചെയ്യുന്നു. ആ പെണ്ണ് ഗുരുവായിട്ടില്ല, അതിന്റെ വാപ്പ മരിക്കുകയും ചെയ്തിരിക്കണം. മുജിബിറായ ഒരില്ല. അങ്ങനെ അതിന്റെ സഹോദരൻ അതിനെ കെട്ടിച്ചു. പറ്റുകയില്ല എന്നുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കറിയാം. കുട്ടികളും വേറെ കുട്ടികളൊക്കെ ആകാൻ കാലത്താണ് ഉസ്താദിന്റെ ക്ലാസ് അവിടെ നടന്നത്. രണ്ടാമത് അയച്ചാൻ കുഴിച്ചാൽ മിനിക്കായി വേണ്ടി വന്നു. ഇത് ഗുരുവാകാത്ത നല്ലൊരു കുട്ടി ആങ്ങളാണ്ട് കെട്ടിച്ചു കൊടുത്തു. ആർക്കെങ്കിലും അറിയണ്ടേ വിഷയം? അതിന്റെ ദൂഷ്യഫലം ഈ ക്ലാസ് കൊണ്ട് മനസ്സിലായി. അതുപോലെ എത്ര തെറ്റുകൾ മനുഷ്യന് സംഭവിച്ച എത്ര നിരവധി തെറ്റുകളാണ് ഇങ്ങനെയുള്ള ഉസ്താദന്മാരുടെ ക്ലാസ് കൊണ്ട്. അതിനുവേണ്ടി ക്ലാസ് എടുത്തല്ല, ക്ലാസ്സിൽ ചില പറഞ്ഞതാണ്. അവർ വീണ്ടും നിക്കാഹ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ മുമ്പുണ്ടായ കുട്ടികളെ സംബന്ധിച്ചിട്ട് അതൊക്കെ മസലുണ്ടാവും. അതൊക്കെ പല വിവരിക്കലല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സദസ്സുകൾ, ഉസ്താദിന്റെ സദസ്, അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി സാധാരണ ഇങ്ങനെയുള്ള വേദികളിൽ നിന്നിട്ട് ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളും ഈമാനികമായ അല്ലെങ്കിൽ ദീനി ചൈതന്യവും നമുക്ക് ഉൾക്കൊള്ളാനും മനുഷ്യന്മാരൊക്കെ ഏകദേശം നന്നാവല് ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് പണ്ഡിതന്മാരുടെ സംസാരം കൊണ്ടാണ്. പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്. മമ്മാലിക്കുട്ടിയാജി പരപ്പനങ്ങാടി, ഞാനവിടെ ഓതിയിട്ടുണ്ട്. ഇതിന്റെ അടുത്താണ് പരപ്പനങ്ങാടി വടക്കേറപ്പുറം. വയതാണ് തുടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇളക്കം ആണും പെണ്ണും ഇളകുകയാണ്. വീണിട്ട് നെഞ്ഞത്തടിയും മണലുവാരി നെഞ്ഞിലേക്ക് എറിയലും ഒരു ബഹളമായിരിക്കും. അവരവരുടെ തൗബ, അദ്ദേഹം പറയുന്ന വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ അവരടുത്ത് വന്നുപോയ തെറ്റുകൾ, ഇതൊക്കെ അവർ ഖേദിക്കുന്നു. അവരറിയാതെ അവരിത് സംഭവിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ കാലത്ത് പണ്ഡിതന്മാരുടെ വയലിന്റെ സദസ്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പൈശാചികമായ ഏതൊക്കെ ഫിത്തനുണ്ട് അതൊക്കെ പുറത്തു വരും. ഇതൊക്കെ സുഖമായി പോവുകയും ചെയ്യും. അങ്ങനെ ഖൗഫ്, അവർക്ക് ഭയം, അള്ളാഹുവിനുള്ളതായ ഭയം പിൻകാലത്ത് അവരുടെ ജീവിതം നന്നാവുകയും ചെയ്യും. അത് കിതാബ് ഓതിയിട്ടുള്ള പണ്ഡിതന്മാരുടെ അർത്ഥവത്തായ ഉപദേശമാണ്.
അവരത് ഉപദേശിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും മുത്തുനബിയെ കുറിച്ചും മറ്റുള്ള വിശ്വാസപരമായ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ മുൻകാലത്ത് അവർക്ക് പറ്റിയതായിരിക്കുന്ന അബദ്ധങ്ങൾ മുഴുവനും ഒരിക്കൽ നമ്മളെ ഇഹ്യാ സുന്ന പ്രിൻസിപ്പൽ സമസ്ത പ്രസിഡന്റ് മഹാനായ സുലൈമാൻ ഉസ്താദ് ഉരിയുള്ള നിങ്ങളെ പുതിയ പ്രയോഗമുള്ള തങ്ങളെ കേട്ട് ഓടക്കൽ ഉസ്താദ് ഓക്കെ ഉസ്താദ് ഇന്നെക്കാളും മുമ്പ് അങ്ങനെ ഹറമിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വലിയാണെന്ന്. അപ്പൊ എന്റെ മുമ്പ് അതിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. ആ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അവർ പതിവ് പോലെ പള്ളി ദർസിൽ നിന്ന് ഒതുക്കുങ്ങെന്ന് വരലും വീട്ടിലേക്ക് സാധാരണ വ്യാഴാഴ്ച. അന്ന് അതല്ലാത്തൊരു ദിവസം ഉസ്താദിനെ അവിടെ കാണണ്ടു. അപ്പൊ സ്ഥലം മുദ്ദരിസ് അവിടെ ദർശനത്ത് മുദ്ദരിസ് ചോദിച്ചു ഉസ്താദിനോട്, അല്ല ഉസ്താദ് നിങ്ങളെന്താ ഒരു പതിവില്ലാത്ത വരവ് ഇപ്പൊ ഇവിടെ കാണുന്നത്, ഇന്ന് എന്താ എന്തേ ഒരു പ്രത്യേകത വല്ലതും ഉണ്ടായോ, എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. എന്റെ മോനക്ക് 7 വയസ്സെന്ന് പൂർത്തിയാകുകയാണ്, അവനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ഒതുക്കുങ്ങെന്ന് മോനക്ക് 7 വയസ്സ് പൂർത്തിയായപ്പോ നിസ്കരിക്കണം മോനെ, മുറുസബിയ ഇതാ ബലാ ശബഹസീന ഇതാ ബലാ അഷ്റസീന, 7 വയസ്സായി നിങ്ങൾ കൽപ്പിക്കണം. കൽപ്പിക്കേണ്ട രൂപത്തിൽ ആ കുട്ടി നിസ്കരിക്കുന്ന കുട്ടിയാണ്. അത് 7 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നോമ്പ് നിസ്കാരമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചെയ്യലും തുടച്ചിട്ടുണ്ടാവും. പക്ഷെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധ്യത, ഉസ്താദിന്റെ ബാധ്യത ഉസ്താദിനോട് കൽപ്പിക്കാനാ. മുറുസബിയ, കുട്ടിയെ നിങ്ങൾ കൽപ്പിക്കണം. എപ്പോൾ ഇതാ ബലാ സബഹസിന് അതിന് 7 വയസ്സ് പൂർത്തിയായാൽ ഉസ്താദിനെടുത്ത് ആ കുട്ടിയുടെ ജന്മവും ഡേറ്റും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരു സെക്കൻഡ് അങ്ങോട്ടും കൊണ്ട് പോയിട്ടില്ല. ഇന്നലെ ആയിരുന്നു, ഇന്നല്ല എന്നല്ല പറഞ്ഞത്, ഇന്നാണ് നിന്റെ മോനക്ക് 7 വയസ്സ് പൂർത്തിയാകുന്നത്, അതിനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, ഒതുക്കുങ്ങെന്ന് കൽപ്പിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ദീനീ കാര്യങ്ങൾ ഇവരുടെ നടപടിക്രമങ്ങളിൽ നിന്നിട്ടാണ് ഈ മുൻകാലത്തുള്ള ആൾക്കാരും പണ്ഡിതന്മാരുടെയൊക്കെ ജീവിതചര്യ, അവർ പറയുന്ന കാര്യങ്ങളും. ഓക്കെ ഉസ്താദ് ഒതുണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് കാണിക്കുന്നത് സുലൈമാൻ ഉസ്താദ് ആ കയ്യിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുഖം കഴുകുന്ന പോലെ. അത് അദ്ദേഹം കണ്ടത് ഓക്കെ ഉസ്താദിൽ നിന്നിട്ടാണെന്നാ പറഞ്ഞത് സുലൈമാൻ ഉസ്താദ്. മൂപ്പർ അങ്ങനെ തന്നെ ഒതുണ്ടാക്കുക. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ പണ്ഡിത നേതൃത്വങ്ങളിൽ നിന്നിട്ട് ആകുമ്പോൾ മാതൃകായോഗ്യമായ രൂപത്തിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം തെറ്റ് പറ്റാത്ത രൂപത്തിൽ കൊണ്ടുപോകാനും പവിത്രമായ ജീവിതം നന്നാക്കാനും കഴിയും. ഇന്നിപ്പോ സംസാരം ചുരുക്കല്ല, നമ്മളെ ഈ കുട്ടികൾ നിസ്കാരത്തിന്റെ അവിടെ നിൽക്കട്ടെ, അതിപ്പോ നിങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഞാനിപ്പോ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണത് സ്ഥിതി എന്നുള്ളത്, നിസ്കാരത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അവർ ഇംഗ്ലീഷിൽ മുകളിൽ ഇരുന്നുകൊണ്ട് പള്ളിക്ക് ജുമാക്ക് വന്നിടത്തല്ല, ഇതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കഥ പറയല് ഇംഗ്ലീഷിൽ ഇതാണ്. പള്ളിക്ക് പോകാൻ പറ്റുമോ? അവരത് പറഞ്ഞോട്ടെ, നിങ്ങൾ നിസ്കരിച്ചോളും, ജുമാക്കല്ലേ, അവർ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ കയറാറ്? ഈ കുട്ടികളെ നമ്മളെ ഒപ്പം ഇരുത്തി കൊണ്ടുനടന്നിട്ട് ദീനീ വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നിപ്പോ ഇത് നിൽക്കുന്ന മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടരപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, പഠിച്ചോനെ അവർ സ്ഥിതി നിങ്ങൾക്ക് വല്ലതും അറിയോ? അവര് ഒരു പണ്ഡിതനായി പുറത്തു വരുമ്പോൾ പണ്ഡിതനക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും അവർ ഉസ്താദന്മാരിൽ നിന്ന് കിതാബ് വഴി അവർ പഠിച്ചിട്ട് പുറത്തു വരുന്ന സമയത്ത് LLB ലോ കോളേജിൽ അഡ്വക്കറ്റായിട്ട്, എഞ്ചിനീയറായിട്ട്, ഡോക്ടറായിട്ട് ഏതെല്ലാം ബിരുദങ്ങളുണ്ടോ അതൊക്കെ ഈ ഇരിക്കുന്ന തലീക്കെട്ടിലുണ്ട്. ഇന്നൊരു കുട്ടി ദുബൈയിൽ നിന്ന് വന്ന് അവനക്ക് ജോലിയിൽ ശ്രമിച്ചിട്ട് രണ്ടാമതൊരു പ്രശ്നമായപ്പോൾ വന്നതാണ്, വിസ കിട്ടിയില്ല പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഞാൻ BCom എന്ന്. പഠിച്ചു ഇവിടെ പള്ളി തരത്തിലെ കുട്ടികൾ MCom ആയിട്ട് അപ്പോഴുള്ള കോമോ വഹിക്കണം. ഇവർ ഈ കാണുന്ന ഈ തലീകെട്ടിൽ നമ്മൾ വിചാരിക്കും ഇതൊരു മൊയ്ലിയരാണ്, മൊയ്ലിയർ തന്നെ സാക്ഷാൽ. പക്ഷെ ഇന്നുള്ള തുല്യതയില്ലാത്ത വിദ്യാഭ്യാസങ്ങൾ എത്ര ഡോക്ടർമാരുണ്ട്, എത്ര എഞ്ചിനീയർമാരുണ്ട്, ഏതൊക്കെ ഉയർന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയ കുട്ടികളാണ് ഈ മുത്താലും. തലീകെട്ട് കണ്ടു കാണിച്ചിട്ടുണ്ട്. തലീകെട്ട് എന്താ അവർ പോകുമൊന്നുമില്ലല്ലോ. കോട്ട് 2 ഉണ്ടാവും, വക്കീലാവും, ഒന്ന് മർക്കസ് എന്നോർത്ത് കോട്ടുണ്ടാവും, ഒന്ന് മറ്റേ കോട്ടുണ്ടാവും, കായ് എടുത്തു അങ്ങനെ അവനാ വന്നിരിക്കണ സംസാരിക്കുന്നു.
അഡ്വക്കേറ്റ്, വക്കീലായിട്ട്. അപ്പൊ പെണ്ണിന് ഇല കൊടുക്കേണ്ട കേസും തലാഖില്ലെന്ന വിഷയവും കെട്ടിയതും കെട്ടിച്ചതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇന്നമാതിരിയാണ് ഈ വക്കീൽ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാണ്ട് മനസ്സിലാക്കി കൊടുക്കും. അതിനെ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നത് അവളുടെ സമ്മതത്തോടു കൂടിയല്ലാതെ നിക്കാഹ് സഹിയാവൂല. ഒരാ യുസംബിജാൻ സയ്യിബൻ ഇല്ലാ ബിഇദ്നിഹ. ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടവളെ അവളെ പിന്നെ രണ്ടാമത് അവളുടെ വാപ്പ വിവാഹം ചെയ്യണമെങ്കിൽ, വാപ്പക്ക് വിവാഹം ചെയ്യണമെങ്കിൽ അവളുടെ സമ്മതം വേണം. മുജിബറായ ഒരിയായതുകൊണ്ട് കാര്യം ഇല്ലാതെ നിങ്ങൾ കണ്ട് കെട്ടിച്ചു കൊടുത്താലോ നിക്കാഹ് സഹിയുമല്ല. പിന്നെന്താ അന്താരാഷ്ട്ര വ്യഭിചാരം തന്നെ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ പണ്ഡിതനക്ക് അത് പറയാൻ കഴിയുള്ളൂ. ആ നിക്കാഹ് സഹിയല്ല, അത് ചെയ്ത് ശരിയല്ല, അതിന്റെ യോജിപ്പ് ഇന്ന രൂപത്തിലാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് കോടതിയോട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിൽ അത് വിവരം വേണ്ട. പഠിച്ച് നല്ല മനപ്പാടാക്കിയിട്ട് പോണ കുട്ടികളാ ഈ സക്കാഫികളും അയസനുകളൊക്കെ ഇരിക്കുന്ന എല്ലാവരും. വാക്കുകളൊക്കെ നന്നായിട്ട് പഠിച്ചവരാണ്. അവരൊക്കെ വക്കീലന്മാരായി പോകുമ്പോൾ എന്റെ അമ്മ മരിച്ചിട്ട് വാപ്പാക്ക് ഇപ്പൊ 4 ഏക്കർ തന്നെ കിട്ടണമെന്നാ പറയുന്നത്. അത് കൊടുക്കാൻ പറ്റൂല. ഒലക്കും റുബുൾ മിമ്മ തറക്ക അസ്വാദിക്കും. നിങ്ങളെ ഭാര്യന്മാരെ ഒഴിവാക്കിയിട്ട് അതിന്റെ 4-1 16 ഏക്കറുണ്ട്, 4 ഏക്കർ വാപ്പാക്കാണ്. അത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണെന്ന്. പെണ്ണുങ്ങൾ മരിച്ചതല്ലേ, അവൾക്ക് ഇത്ര ഏക്കറിന് 4 ഏക്കർ അങ്ങ് കൊടുക്കണം. ഭർത്താവിന് വാപ്പാ കൊടുക്കണമെന്ന്. വാപ്പ മരിച്ചില്ല, പെണ്ണുങ്ങൾ ആദ്യം മരിച്ചു, അവൾക്ക് 16 ഏക്കറുണ്ട്, 4 ഏക്കർ ഇയാൾ കൊടുക്കണം. കോടതിയുടെ ശരിക്കും പറയും ഇങ്ങനെയാണ് ഇതിന്റെ തീരുമാനം. ഷറഈയായിട്ട് മുസ്ലിം ലോ അത് ഉൾക്കൊണ്ടുകൊണ്ട് 4 ഏക്കറിന് വാങ്ങിക്കൊണ്ട് ഫൗറായിട്ടുണ്ട്. 4 ഏക്കർക്ക് എന്താ വില, ആ വിലക്കാണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പൊ എങ്ങനെയായാലും 1 ഏക്കർക്ക് 1 കോടി ഇല്ലാത്ത സ്ഥലം ഓടി ഉണ്ടാവില്ല. 4 കോടിയിട്ടാണ്ട് പോവാം. അല്ല ആർക്കും ഒരു ബാധ്യതയില്ല. അപ്പൊ ഷറഈയായ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കണമെങ്കിലും പറയണമെങ്കിലും അതിങ്ങനെയുള്ള വിദ്യാഭ്യാസം, നോളജ്, ക്വാളിഫിക്കേഷൻ അവരെടുക്കണം. ഈ നിലക്കുള്ള വിവരവും അവർക്ക് ഉണ്ടാവണം. ഉണ്ടായാൽ അത് അതിൻ്റെതായ രൂപത്തിൽ തനിമ നിലനിർത്തും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരു മനുഷ്യനെ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ഉസ്താദ് പോവുകയാണ്. പരിപാടികൾ 2 രാമനാട്ടുകാരെയും തൊട്ടു. അതുകൊണ്ട് ഇനിയും നമുക്ക് അവസരം പോലെ ഉസ്താദിനെ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരുത്തൻ അല്ലാഹു തആല ഗുണം കൊണ്ട് ഉദ്ദേശിച്ചാൽ അവന് കർമ്മശാസ്ത്ര പണ്ഡിതനാക്കുന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ദീൻ. അപ്പൊ ആ നിലക്കുള്ളതായ കർമ്മശാസ്ത്ര പണ്ഡിതനായി വളരണമെങ്കിൽ അത് ആ നിലക്കുള്ള കേന്ദ്രങ്ങൾ നിലനിർത്തുകയും അതിൽ നിന്നല്ലാതെ പഠിച്ച് ഉയരാൻ കഴിയുകയും ചെയ്യില്ല. അങ്ങനെ അല്ലാതെ ലോകം നിലനിൽക്കുകയും ചെയ്യില്ല. ഈ ലോകം നിലനിന്ന് പോകണമെങ്കിൽ ദീനനുസരിച്ച് വളരുന്ന ഒരു വിഭാഗമില്ലാതെ എങ്ങനെ ദീനിന് ലോകം നിലനിൽക്കുക? അപ്പൊ പള്ളി ദർസിന്റെ കഥയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിന് തുല്യമായ ദീൻ പഠിക്കാൻ പറ്റിയ ഒരു കേന്ദ്രവും ഇല്ല, ഒരു പുസ്തകവും ഇല്ല, ഒരു കൂട്ടുകെട്ടുമില്ല. അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ പുറത്തു വന്നതായ നമ്മളെ മക്കള്, അവരുടെ വേദി അത് ആണ്. നമ്മൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത്ര വേദികൾ ഉണ്ടാക്കിയാൽ ആ കൂട്ടുകെട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന നിലക്കാണ് ഉണ്ടാക്കേണ്ടത്, അവരുണ്ടാക്കുന്നത് കണ്ടാൽ മതി. അതുപോലെ ജീവിതങ്ങൾ മുഴുവനും അവിടെ പറയല്ലോ, മൊയ്ലിയർ പറയല്ലോ, നിങ്ങൾ ഒരല്ലാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയേണ്ടതാണ്. മയത്തമീൻ ഇമാമിന്റെ ആമീനോട് കൂടെ അദ്ദേഹം പറയുമ്പോൾ അപ്പോഴേ നിങ്ങൾ പറയേണ്ടുള്ളൂ. അത് മലായിക്കത്തുകളുടെ ആമീനോട് യോജിക്കും. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എണീറ്റ് പോവണ്ട, അവിടെ ഇരിക്കണം, ഇന്നമായി ഇരിക്കണം. ആ പണ്ഡിത കൂട്ടുകെട്ട് ഹുക്കൂനുമായ സ്വാദിത്യം, നല്ല ആളുകളോടുള്ള കൂട്ടുകെട്ട്, നല്ല ബന്ധം, നല്ല ആളുകളോടുകൂടി പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസപരവും ആചാരപരവുമായ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചാൽ തന്നെയും നല്ല ആളുകളോടുള്ളതായ കൂട്ടുകെട്ടാണ് നമ്മളെ നന്നാക്കി തീർക്കുക. ഇതിന്റെ വാർഷികം ഈ നിലക്ക് ഇൻഷാ അല്ലാഹ് എത്രയോ ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും
അവരുടെ ഏതൊക്കെ കാര്യങ്ങൾ വിജ്ഞാനപരമായി അവർക്ക് ഉയരാൻ കഴിയുന്നു, വിവരമില്ലാത്ത പഠിക്കാൻ കഴിയുന്നു. ഈ വേദി നമ്മളെ മക്കളെയും കൂടെ കൊടുത്താൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മക്കളെ കാര്യമൊന്നും പറയണ്ട, ഞാനത് പറയുന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു പ്രവാചകന്റെ മുമ്പിൽ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ വെച്ച് ഒരു കുട്ടിനെ കൊന്ന കഥ ഖുർആനിൽ പറയണ്ടായി. ഒരു നബിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട സാഹിബ് തൗറാത്ത് മൂസ നബിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് കൊന്നത്. ഒരു കുട്ടിനെ ഒരു നബിയാണ് കൊന്നത്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, ഇന്നതാണ് കാരണം. അതിലും വലിയ മോശത്തിലാണ് ഇന്ന് രക്ഷകർത്താക്കളായ നമ്മളെ ഏത് അപകടത്തിലേക്കും എത്തിക്കാൻ ഈ ലോകത്ത് ജീവിതം കൊണ്ട് ആഖിറം നമുക്ക് കേടുവരുന്ന രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ മാത്രം അവര് വിദഗ്ധരാണ്. അതിനുള്ള എല്ലാ അറിവും അവരുടെ കയ്യിലുണ്ട്. എത്ര മാതാപിതാക്കളാണ് കുടുങ്ങിപ്പോവുക എന്നുള്ളതാവുകയാണ്. നല്ല സോപ്പിട്ട് നല്ലതൊക്കെ കൊടുന്ന് പൈസ തന്ന് പിടിച്ചിങ്ങനെ പലയിടത്തും കൊണ്ടുപോയി നമ്മളും കൊടുന്നു. അവസാനം ഈ കുരുത്തം കെട്ട പഹയൻ കാരണമായിട്ട് നമ്മളുടെ ജീവിതവും നഷ്ടപ്പെട്ടു, കാഫറായി ചത്തുപോകും. ഇതൊന്നും അറിയില്ല, ഈ പെരുന്ന കുറ്റങ്ങളൊന്നും. അങ്ങനത്തെ എത്ര സാധനങ്ങളുണ്ടെന്നറിയോ മക്കൾ. അതൊക്കെ കുട്ടിയെ കൊന്നതിന്റെ ഒരു ദിവസം മുമ്പ് കൊന്നുകൊണ്ട് അടിയന്തരം 2 ദിവസം മുമ്പ് കഴിക്കണം, കൊല്ലുന്നതിന്റെ ആ ജാതി മക്കളാണ്. നമ്മളെ മക്കളെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ വാർത്താമാധ്യമങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവർ ചെയ്യുന്ന പേക്കൂത്തുകൾ അതൊന്നും ഇപ്പൊ എണ്ണി പറയുന്നില്ല. ആ ജാതിയുള്ള കളിയാണ് അവർ കളിക്കുന്നത്. അവർ എല്ലാത്തിമേലും കളിക്കും. പക്ഷെ അതിന് രക്ഷകർത്താക്കളായ നാം ഇത്തരം വേദിയിൽ സജ്ജരായി ഇങ്ങനെയുള്ള വേദികളും ഉണ്ടാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്ത് ആ നിലക്ക് അവർ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഉസ്താദന്മാരുമായുള്ള ബന്ധം, മാനസികമായ ബന്ധവും ദീനീ കാര്യങ്ങളിലേക്ക് അവർക്കുള്ള താല്പര്യങ്ങളും വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. അത് അവരുടെ പവിത്രമായ ജീവിതം നന്നാക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ലുക്മാൻ സഖാഫിയുടെ ഇങ്ങനെയുള്ള പരിപാടി സാക്ഷാൽ മൂപ്പരൊരു ശരിക്ക് സുന്നിയാണ്. അതനുസരിച്ച് എന്നെ മൂപ്പർ നടക്കുകയുള്ളൂ ചെയ്യുകയുള്ളൂ. ഒരു മാറ്റം ആരും കണക്കൂട്ടണ്ട. മൂപ്പര് കണക്കൂട്ടാൻ എനിക്ക് എത്രയോ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ദർസും വിദ്യാർത്ഥികളുടെ ദർസുകളും ഒക്കെ അല്ലാഹു തന്നെ നാൾക്കുനാൾ നന്മയിലും വളർച്ചയിലും എത്തിക്കട്ടെ. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. അദ്ദേഹം നല്ല ആളുകളോട്, നിരവധി ആളുകളോട് കൂട്ടുകെട്ടുള്ള ഒരു പണ്ഡിതനും കൂടിയാണ്. ആ ഇൽമിനെ നന്നാക്കിയെടുത്ത് അത് അതിൻ്റെതായ തനിമ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യവും മാനസികമായ ശക്തിയും ചൈതന്യവും അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് അനുഭവത്തിൽ അറിയാം. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് നാൾക്കുനാൾ അല്ലാഹു ദീനിൽ ഉയർച്ചയും ഇങ്ങനെയുള്ള ദർസുകൾ വിപുലമായ രൂപത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള തൗഫീഖും അല്ലാഹു അദ്ദേഹത്തിന് നൽകട്ടെ. നമുക്കെല്ലാവർക്കും എക്കാലത്തും അദ്ദേഹത്തിന്റെ ദർസിനോട് സഹകരിക്കാനോ ആവശ്യമുള്ള ചെയ്തു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.